ഹലോ, ഞാൻ സീനയാണേ. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യണേണ്. ഇന്നിപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 6:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. എഴുന്നേറ്റിട്ട് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണാണ് കേട്ടോ. അപ്പം ഞാൻ ഫോൺ എടുത്ത് വെച്ചേക്കണേണെന്നും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കണമെന്നുള്ള കാര്യം ഞാൻ കുറച്ച് നേരത്തേക്ക് മറന്നുപോയി. കാരണം അത് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം സമയമായിട്ടാണ്. ഞാനപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ ഉറങ്ങി അങ്ങ് പോയി. അങ്ങനെ രാവിലെ എണീറ്റു. നമുക്കിന്ന് വർക്കുള്ള ദിവസമാണ്. എണീറ്റിട്ട് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിന് മുമ്പ് തന്നെ ബെഡെല്ലാം ക്ലിയർ ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൂമിലോട്ട് കയറി കഴിയുമ്പോൾ നല്ലൊരു പ്ലസൻ്റായിട്ടുള്ള മൈൻഡായിരിക്കും. പിന്നെ ഞാൻ പോയിട്ട് ഓടിപ്പോയി ബ്രഷ് ചെയ്തു, ബാത്റൂമിലൊക്കെ പോയി കുളിച്ചു, എല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റെഡി ആവാനുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുക, പിന്നെ സ്കിൻ കെയർ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടിൻ്റുള്ള ഈ സൺസ്ക്രീൻ ഇടും. പിന്നെ ജസ്റ്റ് കണ്ണെഴുതുക, പൊട്ടോടുക, ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും ഇടും, അല്ലെങ്കിൽ ലിപ് ബാം ഇടും. ഇതൊക്കെ തന്നെ നമ്മൾ കാഷ്വലി ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സ്പീഡിൽ ചെയ്ത് തീർക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു അരമണിക്കൂറെങ്കിലും നടന്നാലേ ബസ് സ്റ്റോപ്പിലെത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം സ്പീഡിലെല്ലാം ചെയ്ത് തീർക്കണേ. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഇടയ്ക്ക് വന്നിട്ട് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാരിത്തരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുൾ ഔട്ട്ഫിറ്റ്. എന്നിട്ട് ബ്ലാക്ക് ജീൻസും, നമ്മുടെ യൂണിഫോം വന്നിട്ട് ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ജീൻസും പിന്നെ ഈ ഒരു ടീഷർട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവർ മലപ്പുറത്ത് പോണേ മുമ്പ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് ഡബിൾ ചിഹ്നം വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ വന്നു. എറണാകുളം ജെട്ടിയിൽ വന്നിട്ട് ഗുരുവായൂർ ബസ് കയറി. നമുക്ക് ആലങ്ങാടോ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. മേനകയും ഹൈക്കോട്ടും എല്ലാം കഴിഞ്ഞു. ഗോസരി പാലം കയറി. എനിക്ക് പാലമൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ കുറേ വെറൈറ്റി ബോട്ടുകൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കുറേ നേരത്തെ അലച്ചിലും തപ്പലിനും ശേഷം അവർ പറഞ്ഞ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യൂലേ, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു. അത്യാവശ്യം ഹെവി ആയിരുന്നു വർക്ക്. എല്ലാം കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവിടെ ചെറുതിന് പരിചയപ്പെട്ടു. പിന്നെ കുറച്ച് ടൈം അവിടെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോരണേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണുണ്ട്, ലോങ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് രസമുണ്ടെന്ന് കണ്ട 1-2 പേരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റിട്ടേണിങ് പോകുന്നു. ഇതെൻ്റെ വീട്ടിലേക്കൊക്കെ പോണ വഴിയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല അടിപൊളി ചക്ക തന്നെ. ചക്കയൊക്കെ തിന്ന്. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിലുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് പുളിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും പഴുത്തഴിയുമ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോയി കുളിച്ച് ഫ്രഷായി. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഡാംഡോക്ക് എന്ന ബ്രാൻഡിൻ്റെ കോജിക് ആസിഡാണ് കേട്ടോ. നൈറ്റ് ഞാൻ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മുടെ ഫേസിൽ ഉള്ള ഡാർക്ക് സ്പോട്ടൊക്കെ മാറി സ്കിന്നൊന്ന് ചെറുതായിട്ട് കളർ വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് ഫേസിലും പിന്നെ ചെവിയിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ എൻ്റെ നൈറ്റിലത്തെ സ്കിൻ കെയറും കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ.